ഗൾഫിലെ ഏറ്റവും വലിയ ക്യാമ്പസിലേക്കാണ് അടുത്ത യാത്ര. വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ബാഹുല്യം മാത്രമല്ല ദമാം ഇൻ്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിനെ വേറിട്ട് നിർത്തുന്നത്. പണം കൊയ്യാനുള്ള ഉപാധി മാത്രമായി സ്ഥാപന നടത്തിപ്പ് മാറുമ്പോൾ ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ എങ്ങനെ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നൽകാൻ സാധിക്കുമെന്ന് വിലയിരുത്തുകയാണ് ഈ സ്കൂൾ മാനേജ്മെൻറ്റ്. കടൽ കടന്ന് മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാർ മക്കൾക്ക് വിദ്യ പകരാൻ 3 പതിറ്റാണ്ട് മുമ്പ് കെട്ടിപ്പടുത്ത ഒരു വിദ്യാലയം ഇന്ന് ചരിത്രത്തിൽ ഇടം പിടിക്കുകയാണ്. സൗദി അറേബ്യയുടെ കിഴക്കൻ മേഖലയിലെ ദമാം ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിന് പറയാനുള്ളത് ആ വിസ്മയകരമായ വിജയഗാഥയാണ്. 3 പതിറ്റാണ്ടുകൊണ്ട് കലാലയം കൈവരിച്ച നേട്ടങ്ങൾ ഏറെ. ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന മിഡിൽ ഈസ്റ്റ് ക്യാമ്പസ് എന്ന വിശേഷണത്തോടെ സ്കൂൾ ഗിന്നസ് ബുക്കിൽ ഇടം പിടിക്കുകയാണ്. വിദ്യാർത്ഥി ബാഹുല്യത്തിൽ വീർപ്പുമുട്ടുമ്പോഴും അച്ചടക്കവും തിളക്കമാർന്ന വിജയങ്ങളും കാത്തുവെക്കുന്നതിൽ സ്കൂൾ പുലർത്തുന്ന മികവ് നമ്മെ അത്ഭുതപ്പെടുത്തും. വിവിധ ഭാഷയും സംസ്കാരങ്ങളും ജീവിത രീതികളുമുള്ള കുട്ടികളെ ചേർത്ത് നിർത്തുന്ന ഒരൈക്യബോധമുണ്ട്. 70കളോടെ ശക്തമായ പ്രവാസത്തെ തുടർന്ന് കുടുംബത്തെയും കൂടെ കൊണ്ടുവരാനുള്ള പ്രവണത ഗൾഫിൽ ഏറ്റവും ശക്തമായി കണ്ടത് സൗദിയിലാണ്. കുറഞ്ഞ ജീവിത ചെലവും മറ്റു മികവുകളും ഇതിനാക്കം കൂട്ടി. ആ കാലത്താണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി സൗദി സന്ദർശിക്കാനെത്തിയത്. ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ സ്വന്തം കലാലയം വേണമെന്ന ആവശ്യം ഇന്ദിര തന്നെയാണ് സൗദി ഭരണാധികാരികൾക്ക് മുമ്പാകെ ഉന്നയിച്ചത്. അങ്ങനെ ജിദ്ദ സ്കൂളിന്റെ ശിലാസ്ഥാപനം ഇന്ദിര തന്നെ നടത്തി. മലയാളിയായ ഇന്ത്യൻ അംബാസിഡർ TTP അബ്ദുള്ള ആഞ്ഞു പിടിച്ചതോടെ ദമാമിലും സ്കൂളിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ശക്തമായി. മലയാളിയും കിങ് ഫഹദ് യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞനുമായിരുന്ന അബ്ദുള്ളാപ്പയായിരുന്നു മുന്നിൽ. അകാലത്തിൽ പൊലിഞ്ഞുപോയ ആ ധന്യജീവിതത്തിന്റെ നാമധേയത്തിലാണ് ദമാം സ്കൂളിന്റെ ഒരു ഭാഗം ഇന്നും അറിയപ്പെടുന്നത്. 1982 ഒക്ടോബർ 10 ദമാം സ്കൂൾ യാഥാർത്ഥ്യമായി. നമ്മൾ കടപ്പെട്ടിരിക്കുന്നത് ഇന്ദിരാഗാന്ധിയോടാണ്. കാരണം ഇന്ദിരാഗാന്ധിയാണ് ആദ്യം സൗദി അറേബ്യയിൽ ഒരു കമ്മ്യൂണിറ്റി സ്കൂൾ തുടങ്ങാൻ വേണ്ടി അന്നത്തെ ഇവിടുത്തെ രാജാവിൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുകയും അന്ന് ഫ്രീ ആയിട്ട് സ്ഥലം കൊടുത്തിട്ട് ജിദ്ദയിൽ ആദ്യത്തെ ഇന്ത്യൻ സ്കൂൾ തുടങ്ങുകയും ചെയ്തത്. പിന്നെ അതിൻ്റെ ചുവട് പിടിച്ചിട്ടാണ് റിയാദിലും ദമാമിലും സ്കൂളുകൾ വന്നത്. ഇതുപോലെ കമ്മ്യൂണിറ്റി സ്കൂൾ, ഇത്രയും വലിയ സ്കൂളുകൾ, ഈ ഒരു കോൺസെപ്റ്റ് ഗൾഫ് കൺട്രീസിൽ സൗദി അറേബ്യയിൽ മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. 250 കുട്ടികളും 15 അധ്യാപകരും 7 അനധ്യാപകരും. ഇതായിരുന്നു പോർട്ടബിൾ ക്യാബിനിൽ ആരംഭിച്ച സ്കൂളിന്റെ ആദ്യ കൈമുതൽ. പ്രവാസി കുടുംബിനികളായിരുന്നു അധ്യാപകരിൽ കൂടുതൽ. പ്രവേശനം തേടി പ്രവാസി സന്താനങ്ങളുടെ ഒഴുക്കായിരുന്നു പിന്നീട്. ഇന്നിപ്പോൾ വിദ്യാർത്ഥികളുടെ എണ്ണം 17,000 കവിഞ്ഞിരിക്കുന്നു. 800-ലേറെ വരും അധ്യാപകരുടെ എണ്ണം. ഗൾഫിൽ ലാഭകരമായ ഒരു ബിസിനസ്സായി വിദ്യാഭ്യാസത്തെ മാറ്റിയവർ ഇവിടെ തീർച്ചയായും വരണം. ചിലതൊക്കെ നേരിൽ കണ്ടു പഠിക്കണം. കുറഞ്ഞ ഫീസ് മാത്രം വാങ്ങിയാലും മികവോടെ വലിയൊരു സ്ഥാപനം എങ്ങനെ നടത്താമെന്ന് തിരിച്ചറിയണം. പ്രവേശനം തേടി വരുന്ന ഒരു കുട്ടിയെപ്പോലും തിരിച്ചയക്കാതിരിക്കാൻ മാനേജ്മെന്റ് പുലർത്തുന്ന നിഷ്കർഷ നമ്മെ അമ്പരപ്പിക്കും. ചിലർ പറയും കുട്ടികൾ കൂടിയാൽ ഗുണം കുറയുമെന്ന്. ആ മുൻവിധിയും ഈ മനുഷ്യർ തന്നെ തിരുത്തുകയാണ് ഇവിടെ. തുടക്കം മുതൽ 10ാം ക്ലാസ്സിൽ 100ഉം +2-ന് 99-മാണ് വിജയശതമാനം. ഗൾഫ് രാജ്യങ്ങളിലെ CBSE സ്കൂളിൽ പലപ്പോഴും ഒന്നാമതെത്തി നമ്മെ ഞെട്ടിക്കുന്നതും ഇതേ കുട്ടികൾ തന്നെ. പാഠ്യേതര വിഷയങ്ങളിലും ഇവർ തന്നെ മുന്നിൽ. ക്ലസ്റ്റർ മീറ്റുകളിലും രാജ്യാന്തര സ്പോർട്സ് മത്സരങ്ങളിലും ഈ കുട്ടികൾ കൊയ്തെടുക്കുന്ന നേട്ടങ്ങൾ ഏറെയാണ്. 8 ലൈബ്രറികളിലായി 60,000-ഓളം പുസ്തകങ്ങൾ സ്കൂളിന് സ്വന്തം. നസീർ മണിയൻകുളമാണ് തുടക്കം മുതൽ ലൈബ്രറിയൻ. ഇന്ത്യൻ കൂട്ടായ്മയുടെ ഹൃദ്യമായ വികാരമാണ് സ്കൂളിന്റെ ചാലകശക്തി. അതിസമ്പന്നരും തുച്ഛവരുമാനക്കാരുമായ പ്രവാസി രക്ഷിതാക്കൾ ചേർത്തു പിടിക്കുന്നതും അതേ വികാരം തന്നെ. സാമൂഹിക ബോധത്തിൽ കടഞ്ഞെടുത്ത അധ്യാപകർ
കഠിന പ്രയത്നത്തിലൂടെ തങ്ങളുടെ ദൗത്യം നിർവഹിക്കുന്നു. ഡോക്ടർ മുഹമ്മദ് ഷാഫിയാണ് സ്കൂൾ പ്രിൻസിപ്പൽ. ഏറ്റവും നല്ല അധ്യാപകനുള്ള ദേശീയ അവാർഡും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞ ഫീസ് സ്ട്രക്ചറുള്ള സ്കൂളാണ് ഇന്ത്യൻ സ്കൂൾ ദമാം. ഒരു സ്കൂളും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മളുടെ ഫീസ് സ്ട്രക്ചറിൽ. അപ്പോൾ ഒരു 5 വർഷം കൊണ്ട് കംപ്ലീറ്റ് സ്മാർട്ട് ക്ലാസ് റൂംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. അതിന് ഏകദേശം ഒരു 10 മില്യൺ ഇൻവെസ്റ്റ്മെൻറ്റാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അത് കുറേശ്ശെയായിട്ട് പേരൻസിന് അധികം ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അത് മൊബിലൈസ് ചെയ്യുക. ഈ വർഷം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. ഓൾറെഡി ഇപ്പോൾ 10-20 ക്ലാസ്സുകളിൽ ഞങ്ങൾക്ക് CBSE ആയി എന്ന് പറഞ്ഞൊരു സ്ട്രീമുണ്ട്, ഇൻ്റർനാഷണൽ കരിക്കുലം. അതിൻ്റെ കരിക്കുലം, മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്, ഇവാലുവേഷൻ എല്ലാം ഡിഫറെൻ്റ് ആണ്. അത് CBSEയുടെ ഒരു ഡ്രീം പ്രോജക്റ്റാണ് ശരിക്കും. ഇന്ത്യൻ കരിക്കുലം ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലേക്ക് കൊണ്ടുവരിക എന്നുള്ള നിലയ്ക്ക് CBSE ചെയർമാനും മുൻ HRD മിനിസ്റ്റർ കപിൽ സിബൽ ഇവർ കൊണ്ടുവന്ന ഒരു ഡ്രീം പ്രോജക്റ്റാണ്. അത് ശരിക്കും ഇഫക്റ്റീവായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്ന കമ്മ്യൂണിറ്റി സ്കൂൾ സൗദി അറേബ്യയിൽ നമ്മൾ മാത്രമേ ഉള്ളൂ. രക്ഷിതാക്കൾ തെരഞ്ഞെടുക്കുന്ന ജനകീയ സമിതിയാണ് സ്കൂൾ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത്. 60% മലയാളി രക്ഷിതാക്കളുടെ റോള് തന്നെയാണ് ഏറെ നിർണായകം. ഈ വിജയഗാഥ അഭംഗുരം തുടരട്ടെയെന്ന് വീക്കെൻഡ് അറേബ്യ ആശംസിക്കുന്നു. വീക്കെൻഡ് അറേബ്യയിൽ ചെറിയൊരു ഇടവേള.